കുറേ കാലമായി വിചാരിക്കുന്നു ഈ കാണുന്ന ഈ അൽമാറ ഒന്ന് ഒതുക്കണം ഒതുക്കണം എന്ന്. പക്ഷെ സമയവും സന്ദർഭവും ഒത്തുവന്നത് ഇപ്പോഴാണ്. ഈ ഒരെണ്ണം കൂടാണ്ട് അടിയിൽ ഗസ്റ്റ് റൂമിൽ ഒരു 3-4 കബേർഡിലും എൻ്റെ വീട്ടിലെ കുറച്ച് കബേർഡിലും ഞാൻ ഈ ഡ്രസ്സുകൾ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നാലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എൻ്റെ കയ്യിലിടാൻ ഡ്രസ്സില്ല. കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഡ്രസ്സ് തപ്പിയിട്ട് എനിക്ക് കാണാനില്ല. കാരണം എല്ലാം കൂടെ കുത്തിക്കയറ്റി വെച്ചേക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചതൊന്ന് മടക്കി ഒതുക്കി വെച്ചാലേ കാര്യങ്ങൾക്കൊരു തീർപ്പ് വരുള്ളൂ എന്ന്. ഇതിൽ കാണുന്ന ഓരോ ഡ്രസ്സും എൻ്റെ ഓരോ ഓർമ്മകളാണ്. അതായത് ഈ ബ്ലാക്ക് ടോപ്പ് പണ്ട് ഞാൻ സിംഗപ്പൂർ പോയി പെട്ടതാണ്. പിന്നെ ഈ കാണുന്ന സാരി സ്കൂളിൽ ഞാൻ പഠിപ്പിക്കാൻ പോണ സമയത്ത് ഉടുത്തോന്ന് വേണ്ട എൻ്റെ അമ്മായിയും എടുത്ത് തന്നതാ. പക്ഷേ മീൻവല പോലെ ഇരിക്കുന്നത് കൊണ്ട് ഞാനത് ഉടുത്തില്ല. കാരണം സ്കൂളിലേക്ക് അത് കൊടുത്തുകൊണ്ട് പോയുള്ള അവസ്ഥ എന്തായിരിക്കും. പിന്നെ ഈ കുർത്തി 7 വർഷം മുന്നേ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പെരുന്നാളിന് പോയി പെട്ടതാണ്. ഈ വെള്ള ടോപ്പ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ വല്ലാണ്ട് വണ്ണം വെച്ചു. ഈ കാണുന്നതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഞാൻ ഇനി എങ്ങനെ കയറും? ഫുൾ പൊടിയാണ്, ചൊറിഞ്ഞിട്ട് വയ്യ. അതായത് ഇതിൽ കാണുന്ന ഓരോ ഡ്രസ്സുകളും ഓരോ ഓർമ്മകളാണല്ലോ. എനിക്കിങ്ങനെ ഓർമ്മകൾ ഇടയ്ക്ക് അയവിറക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഓരോ ഡ്രസ്സും ഞാൻ ഇടയ്ക്ക് എടുത്ത് നിവർത്തും. ഇതൊക്കെ ഇടയ്ക്ക് എടുത്ത് കളഞ്ഞൂടെ എന്നൊക്കെ എൻ്റെ അമ്മ ചോദിക്കും. പക്ഷെ ഞാനപ്പോൾ എന്തെടുത്തിട്ട് അയവിറക്കും. ഇപ്പം കിട്ടിയ ഇടി അത് നല്ല ഇടിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമയ്ക്ക് പോയപ്പോൾ ഇതേപോലെ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ സിനിമയ്ക്ക് പോയപ്പോൾ ഇട്ട കുർത്തി ഇട്ടുകൊണ്ട് പോയി. ചെറുതായിട്ടൊരു 6-6.5 വർഷം പഴക്കമുള്ളതിൻ്റെ ഒരു കുഴപ്പം അതിനുണ്ടായിരുന്നു. അവൾ എന്നോട് പറയാ, ഇത്ര മോശം ഡ്രസ്സിൽ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. അവൾക്ക് എന്തറിയാം എൻ്റെ അയവിറക്കലിനെ കുറിച്ച്. ബൈ ദ ബൈ, നീ ഇത് കേൾക്കുന്നില്ലല്ലോ അല്ലേ? പിന്നെ ഈ ടോപ്പ് ഞാൻ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കാൻ വിട്ടതാ. ഇത്രയും പൊട്ടയായിരുന്നു എൻ്റെ ഫാഷൻ സെൻസ് കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു.